അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. വീട്ടിലെ പ്രസവത്തിൽ സിറാജുദ്ദീൻ ഉസ്താദിൻ്റെ ഭാര്യ മരണപ്പെട്ടിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ ഒരുപാട് വാർത്തകൾ കേട്ടു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇതുവരെ വീഡിയോ ചെയ്യാതിരുന്നത്. ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് സത്യാവസ്ഥകൾ പുറത്തു വരാനുണ്ട്. ഞാൻ പറയുന്നത് ഉമ്മമാർ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളൊക്കെ കൂടി വളർത്തി വലുതാക്കിയതാണ് ഇവരെയൊക്കെ. അവസാനം നിങ്ങൾക്ക് തന്നെ കൊലക്കാരായി മാറിയിരിക്കുകയാണ്. ആത്മീയ ചികിത്സ മൂലം ഔലിയാക്കൾ വായുന്ന നാടായിരിക്കുകയാണ് നമ്മുടെ നാട്. അത് മാറ്റിയിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളെപ്പോലുള്ള ഉമ്മമാർ തന്നെയാണ്. ഇവിടെ ആധുനിക ചികിത്സ ഒരുപാടുണ്ടായിട്ടും അതിനെയൊന്നും ആശ്രയിക്കാതെ ഇങ്ങനെ ഒരു പരീക്ഷണത്തിൽ മുതിരുമ്പോൾ ഒരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കണം എൻ്റെ ഉമ്മമാരെ. ജീവിതം വെച്ചായിരിക്കരുത് ഒരു കളിയും. ഇതുപോലുള്ള ചികിത്സകളൊക്കെ നമുക്ക് ചെയ്യാം. നമ്മുടെ ഈ വൈദ്യശാസ്ത്രം കൈമലർത്തിക്കഴിഞ്ഞാൽ വേറെ ഒരു ചികിത്സയും ഇല്ല എന്ന് കാണുമ്പോൾ, ഡോക്ടർമാരൊക്കെ ഇതിന് ചികിത്സയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുമ്പോൾ ആത്മീയ ചികിത്സയുമായി നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാതെ ഇവിടെ വിദഗ്ധ ചികിത്സയുണ്ടാകുമ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്താതെ സ്വന്തം ഇഷ്ടപ്രകാരം ആരൊക്കെ ചെയ്യുന്ന എന്തൊക്കെയോ ചികിത്സകൾ, അന്ധവിശ്വാസം, ഒരു മനുഷ്യരിൽ അന്ധമായി വിശ്വസിച്ച് നമ്മളെ ബന്ധപ്പെട്ടവരെ അവരെ ഏൽപ്പിച്ച് ചികിത്സിക്കുക. ഇതൊക്കെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് ഇതുപോലുള്ള ചികിത്സകളൊക്കെ തേടാം. എപ്പോൾ നമ്മൾ പല ഡോക്ടർമാരെയും കാണിച്ച് എവിടെയും ചികിത്സയില്ല എന്ന് കാണുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ചികിത്സകൾ പരീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു സഹോദരിയുടെ 3ാമത്തെ പ്രസവമാണ് വീട്ടിൽ തന്നെ നടന്നിരിക്കുന്നത്. 1ാമത്തെ പ്രസവം കഴിഞ്ഞു, 2ാമത്തെ പ്രസവം കഴിഞ്ഞു, 3ാമത്തെ പ്രസവത്തിലാണ് ഇത് സംഭവിക്കുന്നത്. 1ാമത്തെ പ്രസവം കഴിഞ്ഞു, 2ാമത്തെ പ്രസവം കഴിഞ്ഞു. എന്നിട്ട് ഇതുവരെ ആർക്കും, ഇവരുടെ വീട്ടുകാർക്കും യാതൊരു പരാതിയുമില്ല. സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് പലതരത്തിലുള്ള പരാതികളുമായി വരുന്നത്. മരണപ്പെടേണ്ടവർ മരണപ്പെട്ടു കഴിഞ്ഞു. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് പല വിവാദങ്ങളുമായി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്നത്. ഇവർക്കിപ്പോൾ 5 മക്കളാണ്. 5 മക്കൾക്കും ഉമ്മയില്ലാതായി. അത് തന്നെ. ആദ്യത്തെ 2 കുഞ്ഞിനെ പ്രസവിച്ചത് ആശുപത്രിയിൽ വെച്ചാണ്. പിന്നെയാണ് ഇവർ അക്യുപഞ്ചർ എന്ന ചികിത്സാ രീതി പഠിക്കുന്നത്. അതും ഭാര്യയും ഭർത്താവും പഠിച്ചിട്ടുണ്ട് അത്രേ. ഇപ്പോൾ 2 പേരും തീരുമാനിച്ചുറപ്പിച്ചിട്ടാണോ ഈ 3 പ്രസവം വീട്ടിൽ തന്നെ നടത്തിയത് എന്ന് ഇതിൻ്റെ ഒരു ശരിയായ ഒരു വിവരണം ഇനി വരണമത്രേ. ഇതുപോലുള്ള ചികിത്സകൾ ചെയ്യുന്നവർക്കൊരു പാഠമാണിത്. ഇദ്ദേഹം വലിയൊരു പ്രഭാഷകനാണ്. നല്ല വള്ളയും ഇട്ട് തലയെക്കെട്ടും കെട്ടി കാണുമ്പോൾ ചില സ്ത്രീകളാണ് ഇതിൽ അകപ്പെട്ടു പോകുന്നത്. ഈ സിറാജുദ്ദീനുമായി മുമ്പേ സമസ്തയുമായി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇയാളുടെ ഇഷ്ടത്തിനാണ് ഇയാൾ പലതും ചെയ്യാറ്. ഇയാളുമായി സമസ്തക്ക് യാതൊരു ബാധ്യതയുമില്ല. ഇയാൾക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അതുമായിട്ടാണ് ഇയാളുടെ കളികളൊക്കെ. യൂട്യൂബ് ചാനലിൻ്റെ വിഷയമൊന്നും പറയണ്ട. ഇന്ന് എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. ഓരോ വീട്ടിലും 2ഉം 3ഉം യൂട്യൂബ് ചാനലാണ്. ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ ഇനി കേൾക്കണത്രേ. ഈ സിറാജുദ്ദീൻ ആലപ്പുഴക്കാരനാണ്. ചട്ടിപ്പറമ്പ് പെരുമ്പാവൂർ സ്വദേശിയാണ് അസ്മ. അസ്മയെ കല്യാണം കഴിച്ചതോടെ ഇയാൾ മലപ്പുറം ചട്ടിപ്പറമ്പിൽ ഒരു വാടക വീട്ടിലാണ് 1.5 വർഷമായി ഇയാൾ കഴിയുന്നത്. അവിടുത്തെ അയൽവാസികളുമായോ മറ്റു ബന്ധുക്കളുമായോ ഇയാൾക്കും ഇയാളുടെ കുടുംബത്തിനും യാതൊരു ബന്ധവുമില്ല. ഇയാളെ ആർക്കും അറിയില്ല. ആ വീട്ടിൽ എത്ര കുട്ടികളുണ്ടെന്ന് പോലും ചിലർക്കൊന്നും അറിയില്ലത്രേ. വീട്ടുകാർ ആരുടെയെങ്കിലും മേലെ കെട്ടിവെച്ച് പെൺകുട്ടികളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ, പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നാടും നാട്ടുകാരും അറിയുകയുള്ളൂ. അതുവരെ ഒന്നും അറിയില്ല. അതുപോലെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 2 പ്രസവം ആശുപത്രിയിൽ നടന്നു. അടുത്ത 3 പ്രസവം ഈ വീട്ടിൽ നിന്നാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ചോദിക്കാനും പറയാനും ഇവരുടെ വീട്ടുകാരൊന്നും ശ്രമിച്ചില്ല എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു കഷ്ടം തോന്നും. അറിഞ്ഞുകൊണ്ട് കൊന്നതുപോലെ ആയിപ്പോയി. നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ മക്കൾക്കാണ്. ഈ പെൺകുട്ടി മരിച്ച വിവരം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഇയാൾ അറിയിച്ചില്ല. അങ്ങനെ ആലപ്പുഴയിലെ ഇയാളുടെ ഒരു ബന്ധുവാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ അറിയിക്കുന്നത്, ഇങ്ങനെ അസ്മക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ വീട്ടുകാരെ അറിയിച്ച ഇയാൾ പറയുകയാണ്, അസ്മ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബാപ്പയുടെ അടുത്ത് തന്നെ മറവ് ചെയ്യണമെന്ന് ഇയാളോട് പറഞ്ഞു എന്നാണ് ഈ വീട്ടുകാരെ ധരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇയാൾ ഈ മയ്യത്തുമായി അസ്മയുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. അതും എങ്ങനെ? ഒരു പായയിൽ പൊതിഞ്ഞാണ് ഈ യുവതിയുടെ മൃതദേഹം ആംബുലൻസിൽ കയറ്റുന്നത്.
ഒപ്പം ചോരക്കറ പോലും കഴുകിക്കളിയാത്ത നിലയിൽ ഒരു നവജാത ശിശുവും. ഇങ്ങനെയൊക്കെ എങ്ങനെ പറ്റുന്നു എന്ന് ചിന്തിച്ചു പോകും. മയ്യത്ത് ഏറ്റുവാങ്ങാമെന്ന് അസ്മയുടെ വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് അവിടെ എത്തുന്നത്. സിറാജുദ്ദീൻ ആദ്യമേ ബുക്ക് ചെയ്തിരുന്നു. അസ്മക്ക് ബാപ്പയുടെ അടുത്ത് കിടക്കാനാണെന്ന് പറഞ്ഞ് ആദ്യമേ അസ്മയുടെ വീട്ടുകാരെ അറിയിച്ച് ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ മയ്യത്തും കൊണ്ട് അവിടെ എത്തുകയാണ്. മയ്യത്തുമായി എത്തിയ സിറാജുദ്ദീനോട് അസ്മയുടെ വീട്ടുകാർ മരണകാരണം അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ഇയാൾ ബബ്ബബ് അടിക്കാൻ തുടങ്ങിയത്. ഇയാളുടെ വാക്കുകളിലൊക്കെ സംശയങ്ങൾ തോന്നാൻ തുടങ്ങി. പിന്നെയാണ് കഥ ഇവിടെ മാറാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അസ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ കൊടുക്കാതിരുന്നത് എന്ന് വീട്ടുകാർ ചോദിച്ചു. തുടർന്നാണ് ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നത്. നാട്ടുകാർ നല്ലോണം പെരുമാറിയിട്ടുണ്ട്. അതിന്റെ വീഡിയോയും നമുക്ക് അല്പം കാണാം. ഇതിന്റെ വീഡിയോ എടുത്തോട്ടാ, നീ ജീവൻ കൊടുപ്പിക്കാതെ. നീ ജീവൻ കൊടുപ്പിച്ചതാണ് ആ പുള്ളിക്ക്. നീ മറ്റേ ചുട്ട കോയിനെ പറപ്പിക്കുന്ന ആളല്ലേ? ചുട്ട കോയിനെ പറപ്പിക്കുന്ന ആളല്ലടാ നീ. ആ പുള്ളിക്ക് ജീവൻ താക്കി ഞങ്ങൾ എത്തിയതിനെ പറഞ്ഞിട്ടേക്കാം. ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം. ആ ഇവരെ നീ എപ്പോഴാ വിളിച്ചേ? വണ്ടിക്ക് വേണ്ടിട്ട് എപ്പോഴാ വിളിച്ചേ? അല്ലടാ, വണ്ടിക്ക് വേണ്ടിയപ്പോ ഉമ്മ അവിടെ ഇല്ലേ? പ്രസവം എടുത്തേക്കല്ലേ? പ്രസവമൊക്കെ എടുത്ത് വന്ന് കഞ്ഞി കുടിച്ച് നോർമലായി അവര് പോയി. അവര് പോയതിനു ശേഷമാണ് ശ്വാസം മുട്ട് വന്നത്. ശ്വാസം മുട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അവിടെ വിളിച്ചു. ഇന്ന് അവർക്ക് ശ്വാസം മുട്ട് വന്ന് വരണമെന്ന് പറഞ്ഞു. ഇന്ന് നോക്കിയപ്പോൾ എടുത്തുള്ളത് ഞാൻ കിടക്കട്ടെ നോക്കി കിടന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് അവരെടുത്ത് പറഞ്ഞു പ്രസവം എടുത്തതിന്റെ ക്ഷീണം ഉണ്ടാകും. ഇങ്ങോട്ട് പ്രസവത്തിന് തള്ള വന്നോ പറയുന്നേ കേൾക്കുക. കിടന്നു. ഞാൻ വിളിച്ചാൽ ഞാൻ കിടക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവിടെ കിടന്ന ശേഷം പിന്നെ നമുക്ക് അണങ്ങുന്നില്ല. അങ്ങനെ തമ്മിൽ അടിയും പിടിയും ഒക്കെയായി ഓരോ ഭാഗത്തു നിന്നും 5 പേര് വീതം ആശുപത്രിയിലായി. അങ്ങനെ വീട്ടുകാർ പോലീസിനെ അറിയിച്ചു. പെരുമ്പാവൂർ പോലീസ് സ്ഥലത്തെത്തി. അങ്ങനെ മയ്യത്ത് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവം കണ്ട പോലീസ് ഉടനെ തന്നെ അസ്വാഭാവികമായ മരണത്തിന് കേസെടുത്തു. ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ശരിയായ ഒരു റിപ്പോർട്ട് വരികയുള്ളൂ. അസ്മയുടെ കുഞ്ഞ് ഇപ്പോൾ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. പ്രസവത്തിനായി ഇവർ സ്വീകരിച്ച ചികിത്സ അക്യുപഞ്ചർ ചികിത്സയാണ്. മരണകാരണവുമായി സംബന്ധിച്ച കൂടുതൽ വിവരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ പുറത്തു വരികയുള്ളൂ. സിറാജുദ്ദീൻ്റെ മന്ത്രവാദവും അന്ധവിശ്വാസവുമാണ് ഈ ഒരു സഹോദരിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. സിറാജുദ്ദീൻ്റെ അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ അന്ധവിശ്വാസമാണ് ഈ മരണത്തിന് കാരണമായിരിക്കുന്നത്. ഇതുപോലുള്ള ചികിത്സ നടത്തുന്നവർക്ക് അന്ധവിശ്വാസമാണെന്നറിയാം. അതുകൊണ്ടാണ് അവർക്കൊരു രോഗം വരുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ലൊരു ആശുപത്രിയിലേക്ക് ചെല്ലുന്നത്. ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവൻ വെച്ചാണ് ഇവർ ജീവിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള വിവേക ബുദ്ധിയെങ്കിലും നിങ്ങൾ ഇനിയെങ്കിലും കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള നിരവധി ചികിത്സകളാണ് ഇന്ന് നടന്നു പോകുന്നത്. ഇതൊക്കെ പൂട്ടിക്കെട്ടാനുള്ള സമയം എന്നേ ആയിരിക്കുന്നു. മനുഷ്യരിൽ കാണിക്കുന്ന അന്ധമായ വിശ്വാസമാണ് ഇവരുടെ വിജയം. വേദന കൊണ്ട് പുളഞ്ഞ ഭാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കരഞ്ഞ് അപേക്ഷിച്ചിട്ടും ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഈ ഉസ്താദ് അനുവദിച്ചില്ലത്രേ. പ്രസവത്തിന് ശേഷമാണ് അസ്മ മരണപ്പെടുന്നത്. മരണപ്പെട്ടതിന് ശേഷം ആലപ്പുഴയിലുള്ള ഇയാളുടെ ഒരു ബന്ധുവിനെ അറിയിക്കുകയാണ്. ആ ബന്ധുവാണ് അസ്മയുടെ വീട്ടുകാരെ അറിയിക്കുന്നത്. അങ്ങനെ പായയിൽ പൊതിഞ്ഞ മൃതദേഹം ഒരു ആംബുലൻസിനെ വിളിച്ച് കൊണ്ടുപോവുകയാണ്. അങ്ങനെ സംശയം തോന്നിയ ആംബുലൻസ് ഡ്രൈവർ ഇയാളോട് ചോദിക്കുകയാണ് ഇതെന്താണ് സംഭവിച്ചതെന്ന്. ശ്വാസമുട്ട് കാരണം മരണപ്പെട്ടു എന്ന് അയാളെ ധരിപ്പിച്ചിരിക്കുകയാണ്. രാത്രി 6 മണിക്കാണ് അസ്മ പ്രസവിക്കുന്നത്. 9 മണിയോടെ മരണപ്പെടുകയും ചെയ്തു. മരണവിവരം ആരെയും അറിയിക്കാതെ അവസാനം 12 മണിക്കാണ് അസ്മയുടെ വീട്ടുകാർ അറിയുന്നത്. അതും ആരോ വിളിച്ചു പറയുന്നു. എന്തൊക്കെയോ ദുരൂഹതകൾ നിറഞ്ഞ ഒരു മരണം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഇനിയുള്ള വ്യക്തമായൊരു വിവരണം ലഭിക്കുകയുള്ളൂ. എന്തെന്നായാലും നിയമം ഇതിനൊരു തക്കതായ നിയമ നടപടികൾ തന്നെ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നാട് മൊത്തമുള്ളത് തട്ടിപ്പ് വൈദ്യന്മാരാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. ഒരു വ്യക്തിയിൽ ആരും അന്ധമായി വിശ്വസിക്കരുത്. അന്ധമായി വിശ്വസിക്കാൻ പടച്ച റബ്ബിനോട് മാത്രം. മരണപ്പെട്ടവർക്ക് നമുക്കിനി ഒന്നും ചെയ്യാനില്ല. അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ആ മരണപ്പെട്ട സഹോദരിക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. പടച്ച റബ്ബ് അവരുടെ എല്ലാ പാപങ്ങളും പുറത്ത് ഖബർ വിശാലമാക്കി സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.